തെരഞ്ഞെടുപ്പ് രംഗത്തെ ഏറ്റവും ജനപ്രിയ നേതാക്കളിൽ ഒരാളായ പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ്റെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പര്യടനം തുടങ്ങുകയാണ്. CPM പൊളിറ്റ് ബ്യൂറോ അംഗമായ MA ബേബി മത്സരിക്കുന്ന കൊല്ലം മണ്ഡലത്തിലേക്കാണ് ഇന്ന് വി.എസിൻ്റെ യാത്ര. തിരുവനന്തപുരം, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ LDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി 2 ദിവസത്തെ പ്രചാരണത്തിന് ശേഷമാണ് വി.എസ്. കൊല്ലത്തേക്ക് യാത്ര തിരിക്കുന്നത്. രാവിലത്തെ പതിവ് വ്യായാമങ്ങൾക്കും പത്രവായനയ്ക്കും ഭക്ഷണത്തിനും ശേഷമാണ് കന്റോൺമെൻറ് ഹൗസിൽ നിന്ന് കൊല്ലത്തേക്കുള്ള യാത്ര. തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് പ്രചാരണം മുന്നേറുന്നതെന്ന് വാഹനത്തിൽ കയറുന്നതിന് മുമ്പ് വി.എസ്. ഓരോ യോഗങ്ങളും റിപ്പോർട്ട് ചെയ്തതായിട്ട് കണ്ടത് പൊതുവിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ചുട്ടുപൊള്ളുന്ന റോഡിലൂടെ 1 മണിക്കൂറിലേറെ നീളുന്ന യാത്ര. പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് സ്വകാര്യ വാഹനത്തിലാണ് കൊല്ലത്തെ ആദ്യ സമ്മേളന സ്ഥലമായ അഞ്ചലിലേക്കുള്ള യാത്ര. പുറപ്പെടാൻ വൈകിയതിനാൽ വി.എസ്. സഞ്ചരിക്കുന്ന വാഹനത്തിനും അകമ്പടി വാഹനത്തിനും നല്ല വേഗം. പതിനൊന്ന് മണിയോടെ അഞ്ചലിലെ സ്വീകരണ സ്ഥലത്ത് പൊള്ളുന്ന വെയിലിലും നേതാവിനെ കാത്ത് നൂറുകണക്കിന് ആരാധകർ. വി.എസിൻ്റെ വാഹനമെത്തിയതോടെ പതിവ് പോലെ ചോര തരാം നീര് തരാം എന്ന മുദ്രാവാക്യങ്ങളുമായി പ്രവർത്തകർ. വി.എസ്. പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ വീണ്ടും മുദ്രാവാക്യങ്ങൾ. നേരെ തലേന്ന് പുറത്തിറക്കിയ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലേക്ക്. എല്ലാവർക്കും വീട് എന്ന വാഗ്ദാനത്തെയാണ് കടന്നാക്രമിച്ചത്. ഭൂമിയില്ലാതെ വീട് കെട്ടിത്തൂക്കിയിടുമോ എന്ന പരിഹാസം കേൾവിക്കാരിൽ ചിരിയും കയ്യടിയും ഉയർത്തി. വാഗ്ദാനങ്ങളാണ് വീട് ഒന്ന് വേണമെങ്കിൽ അത് ഭൂമിയിൽ തന്നെ വേണ്ടതാണ്. അതിനാദ്യം ഭൂമി കൊടുത്തോ എന്ന് കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ആകാശത്തിൽ തൂക്കി പേർക്കുമോ വീട്? നമ്മള് ഭിത്തിയിൽ ഭൂപടങ്ങൾ, അതേപോലെ തന്നെ പഞ്ചാംഗങ്ങൾ ഓരോ മാസവും താളുകൾ മറിക്കുന്ന പഞ്ചാംഗ മാസങ്ങൾ ഇവയെല്ലാം ഭിത്തിയിൽ തൂക്കിയിടാം. അതുപോലെ ഇടാവുന്നതാണോ വീട്? ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിയപ്പോൾ കസ്തൂരി രംഗൻ റിപ്പോർട്ട് മലയോര കർഷകർക്ക് സൃഷ്ടിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ചായിരുന്നു വിമർശനം. പശ്ചിമഘട്ട സംരക്ഷണത്തിന് വേണ്ടി ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കണമെന്ന തന്റെ മുൻ നിലപാട് പാടെ മറന്ന് പാർട്ടി നിലപാട് മുറുകെ പിടിച്ച് വി.എസ്. കത്തിക്കയറി. കസ്തൂരി രംഗൻ റിപ്പോർട്ട് കേരളത്തിന്റെ 123 വില്ലേജുകളെ ബാധിക്കുന്ന ഒരു റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ കൃഷിക്കാർ ഒന്നുകിൽ സർക്കാർ അവരുടെ കൃഷിഭൂമിയിൽ നിന്നും കൃഷിസ്ഥലങ്ങളിൽ നിന്നുമെല്ലാം ഇറക്കിവിടുകയോ അല്ലെങ്കിൽ സ്വയം ഇറങ്ങിപ്പോവുകയോ ചെയ്യത്തക്ക തരത്തിലുള്ള വ്യവസ്ഥകളാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നവംബർ 13 പ്രഖ്യാപിച്ചിട്ടുള്ള അതിലെ വ്യവസ്ഥകൾ
കൊല്ലം നിയോജക മണ്ഡലത്തിലെ 8 വില്ലേജുകളെ ബാധിക്കുന്നതാണ്. 2 ലക്ഷത്തിൽ കുറയാതെയുള്ള വോട്ടർമാരെ ബാധിക്കുന്നതാണ്. നവംബർ 13 ഉത്തരവ് പിൻവലിക്കാൻ ആ മലനാട് മേഖലകളിലെ കൃഷിക്കാർ ഒന്നടങ്കവും കേരളത്തിലെ ഗവൺമെന്റ് ജനങ്ങൾ ഒന്നടങ്കവും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കേൾക്കാൻ ചെവിക്കൊള്ളാൻ കേന്ദ്ര ഭരണാധികാരികളോ സംസ്ഥാന ഭരണാധികാരികളോ തയ്യാറായിട്ടുണ്ടോ? ഇല്ല ഇല്ല. അവർ പറയുന്നത് ഒരു 60 ദിവസം കൂടി കഴിഞ്ഞാൽ കൃഷിക്കാർ ആഗ്രഹിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാമെന്നാണ്. 2 ആഴ്ച കഴിയുമ്പോൾ തിരഞ്ഞെടുപ്പ് കഴിയും. പാലം കിടക്കുവോളം നാരായണ 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 എന്ന് പറയുകയും പാലം കടന്നു കഴിയുമ്പോഴേക്ക് പാലത്തിൽ നിന്ന് നാളെ നോക്കുമ്പോൾ അഗാധമായ ജലാശയമാണ്. തെറ്റിയാൽ ആകെ കച്ചവടം ഒടുങ്ങുമെന്നുള്ളത് കൊണ്ട് നാരായണ 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 പാല ഇറക്കുന്നത് വരെ. പാലം ഇറങ്ങിക്കഴിഞ്ഞാൽ ഭൂരായണ ഭൂരായണ. കൊല്ലം മണ്ഡലത്തിന്റെ സവിശേഷത മനസ്സിലാക്കി മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളിലേക്ക്. അതേപോലെ തന്നെ ദശലക്ഷക്കണക്കായ മത്സ്യത്തൊഴിലാളികളാണ് കേരളത്തിന്റെ തീരപ്രദേശത്തുള്ളത്. അവർക്ക് തിരമാലകളെ വെല്ലുവിളിച്ചുകൊണ്ട് മത്സ്യം പിടിക്കാൻ പോകാൻ അല്പം മണ്ണെണ്ണ കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഇതുവരെയില്ല. അവന്റെ യമഹ എഞ്ചിൻ വർക്ക് ചെയ്യണമെങ്കിൽ മണ്ണെണ്ണ വേണം. ആ മണ്ണെണ്ണ കൊടുക്കാൻ തയ്യാറാകാത്ത ചാണ്ടിക്ക് കേരളത്തിലെ 20 പാർലമെന്റ് അംഗങ്ങളെ സംബന്ധിച്ച് വോട്ടും ചോദിച്ചുകൊണ്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. എങ്ങോട്ടോ? MA ബേബിയെ വിജയിപ്പിക്കാൻ ആഹ്വാനം ചെയ്തെങ്കിലും എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള പരാമർശം ഇത്രമാത്രം. കാഴ്ചയിൽ തന്നെ കൃഷയാത്രനായ MA ബേബിയെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയേണ്ടതില്ലല്ലോ. അദ്ദേഹത്തിന് അതിനുള്ള ചങ്കൂറ്റമുണ്ട്, തന്റെ ഇടമുണ്ട്. അതിനെ മധുരമായ നിലയിലും സൗമ്യമായ നിലയിലും ആവശ്യം വേണ്ടി വന്നാൽ ധീരമായ നിലയിലും ന്യായവാദങ്ങൾ നിരത്താനും കഴിയുണ്ട്. അങ്ങനെയുള്ള ആളുകളെ അയക്കാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഗ്രഹിക്കുന്നതും അതിനായി നോമിനേഷൻ കൊടുപ്പിച്ചിട്ടുള്ളതും. മറ്റ് കക്ഷികൾ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ കഴിവിനെ സംബന്ധിച്ചോ അവരുടെ സാമർഥ്യത്തെ സംബന്ധിച്ചോ ഒന്നും ഞാൻ പ്രത്യേകം പറയാൻ ഉദ്ദേശിക്കുന്നു. 20 മിനിറ്റ് നീണ്ട ചെറുപ്രസംഗം അവസാനിപ്പിച്ച് അണികളുടെ ആവേശമേറ്റുവാങ്ങി ഉച്ചവിശ്രമ സ്ഥലമായ അഞ്ചാലുമൂട് സരോവരൻ റിസോർട്ടിലേക്ക് തിരിച്ചു. കൊടും ചൂടും തിരക്കും പിന്നിട്ടെത്തിയത് അഷ്ടമുടിക്കായലിന് തീരത്തെ മരങ്ങളുടെ തണുപ്പും നേരിയ കാറ്റുമുള്ള ആയുർവേദ റിസോർട്ടിൽ.
ഉച്ചഭക്ഷണത്തിന് മുമ്പ് കുറച്ചുനേരം മീഡിയ വണ്ണിനോട് തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥികളുടെ വിജയപ്രതീക്ഷകൾ പങ്കുവച്ചു. ഇപ്പോൾ വിജയമുറപ്പിച്ചത് 4 സീറ്റുകളിൽ. ഏപ്രിൽ 10 ആകുമ്പോൾ ഭൂരിപക്ഷം സീറ്റുകളും നേടുമെന്ന ആത്മവിശ്വാസം. തിരുവനന്തപുരം ജില്ലയിലെ പര്യടനത്തിന് ശേഷം VS അച്യുതാനന്ദൻ ഇന്ന് കൊല്ലത്ത് CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ MA ബേബിയുടെ വിജയത്തിന് വേണ്ടിയുള്ള പ്രചാരണത്തിനെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ സ്വീകരണ സ്ഥലമായ അഞ്ചലിലെ സ്വീകരണത്തിന് ശേഷം ഇപ്പോൾ വിശ്രമത്തിലാണ്. അദ്ദേഹം നമ്മളോടൊപ്പം കുറച്ച് വാക്കുകൾ സംസാരിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ LDF എന്തുമാത്രം വിജയസാധ്യതകളാണ് കേരളത്തിൽ കാണുന്നത്? കേരളത്തിൽ 20 സീറ്റാണുള്ളത്. ഇപ്പം ഞങ്ങളൊരു 3-4 ദിവസത്തെ പ്രചരണത്തിനിടയിൽ 4-5 സീറ്റുകൾ ഉറപ്പിക്കുക എന്നുള്ള നിലപാടാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. പകുതിയാകുമ്പോഴേക്ക് ഒരു പകുതിയിലേറെ സീറ്റുകൾ ഞങ്ങൾക്ക് അനുകൂലകരമായി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ ഏപ്രിൽ 10 ആകുമ്പോഴേക്ക് ഈ 20 സീറ്റുകൾ ഞങ്ങൾ കവർ ചെയ്യുമ്പോൾ ഒട്ടും മോശമല്ലാത്ത തരത്തിലുള്ള വിജയം ഞങ്ങൾ കരസ്ഥമാക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി LDF-ന് അനുകൂലമായ എന്തെല്ലാം ഘടകങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിലുള്ളത്? അത് നിങ്ങളോട് പറഞ്ഞാൽ അത് നമ്മുടെ ശത്രുക്കളുടെ കയ്യിലെത്തിയല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ രഹസ്യങ്ങളൊന്നും ഞങ്ങൾ പറയുന്നതല്ല. അത് നിങ്ങൾ ഞങ്ങളുടെ കൂടെ സഞ്ചരിച്ച് മനസ്സിലാക്കിക്കൊള്ളുക. മറ്റൊന്ന്, ഈ കൊല്ലം വളരെ പ്രധാനപ്പെട്ട നിർണായകമായൊരു മണ്ഡലമാണ് ഈ തെരഞ്ഞെടുപ്പിൽ. CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം മത്സരിക്കുന്നു. മറ്റൊന്ന്, LDF വിട്ടുപോയ ഒരാളാണ് പ്രതിയോഗിയായി MA ബേബിക്കെതിരെ മത്സരിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ കൊല്ലത്ത് നിലവിലുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ് LDF-ന്? ഈ ഓരോ സ്ഥലത്തും പ്രതിയോഗികളുണ്ടെന്ന് എൻ്റെ സുഹൃത്തിന് അറിഞ്ഞുകൂടെ? അവരെല്ലാം ഒരു തരത്തിലില്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ എതിർക്കുകയാണ്. ഈ നാട് വീണ്ടും അധപ്പതിച്ച നിലയിൽ തന്നെ കഴിയണമെന്നാണ് അവരാഗ്രഹിക്കുന്നത്. അവരുടെ ആ ആഗ്രഹം നടക്കരുതെന്നും ഈ നാടിനെ കുറേയെങ്കിലും പുരോഗതിയിലേക്ക് നയിക്കാൻ കഴിയണമെന്നുമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതനുസരിച്ച് തോൽപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെല്ലാം തന്നെ തോൽപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. വളരെ ആവേശകരമായ പ്രതികരണമാണ് VS പൊതുയോഗ സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ കാണാൻ കഴിയുന്നത്. ഞങ്ങൾ വളരെ ആവേശപൂർവ്വം സ്വീകരിക്കുന്നു. അതെ, ഇത് തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്ന് ഞാൻ ഈ കൃഷി തുടങ്ങിയിട്ട് 72 കൊല്ലമായി. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ഒരു കാര്യമായിട്ടുള്ള ഒരു ആവശ്യത്തിനായിരിക്കുമല്ലോ അദ്ദേഹം വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കി. പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ ആളുകൾ താല്പര്യപ്പെടുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ്. ശരി. തുടർന്ന് ചവറയ്ക്കു സമീപത്തെ മലിനീകരണ പ്രശ്നത്തെക്കുറിച്ച് ഡോക്യുമെൻ്ററി ചെയ്യാനെത്തിയ കോയമ്പത്തൂർ അമൃത യൂണിവേഴ്സിറ്റിയിലെ മാസ് കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥികളുമായി അല്പനേരം പങ്കിട്ടു. അവരുടെ ആശങ്കകൾ ഭരണാധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് ഉറപ്പു നൽകി. സരോവരം റിസോർട്ടിൻ്റെ ഉടമയോടും കുടുംബാംഗങ്ങളോടും കുശലാന്വേഷണത്തിനും VS സമയം കണ്ടെത്തി. VS-ൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ശശിധരൻ നായരുടെ സഹോദരൻ KG മുരളീധരൻ നായരുടേതാണ് റിസോർട്ട്. അഞ്ചലിലെ പൊതുസമ്മേളനത്തിന് ശേഷം അഞ്ചാലുമൂടിലെ സരോവരം റിസോർട്ടിൽ ഭക്ഷണത്തിനും വിശ്രമത്തിനും ശേഷം അടുത്ത സ്വീകരണ സ്ഥലമായ ചവറയിലേക്കാണ് VS-ൻ്റെ അടുത്ത യാത്ര. ചാത്തന്നൂരിലും കുണ്ടറയിലും പൊതുസമ്മേളനങ്ങളിൽ VS-ന് പങ്കെടുക്കേണ്ടത്.
ചവറയിലേക്കുള്ള യാത്രയ്ക്കിടെ വാഹനത്തിലിരിക്കുന്ന പ്രിയ നേതാവിനെ തിരിച്ചറിഞ്ഞ ബൈക്ക് യാത്രക്കാരുടെ ആവേശപ്രകടനം. ഇടപ്പള്ളിക്കോട്ടയിലെത്തുമ്പോൾ അക്ഷമരായി കാത്തുനിന്ന ആരാധകർ ആവേശപൂർവ്വം വരവേറ്റു. യാത്രാക്ഷീണം അകറ്റാൻ അല്പനേരം മറ്റ് പ്രാസംഗികർക്ക് വിട്ടുകൊടുത്തു. നേതാക്കളുടെ പ്രധാന വിഷയം UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന്റെ ചേരിമാറ്റം തന്നെ. അതൊരു ഭാഗ്യമല്ലേ? നേരിട്ട് കാണുക ജീവിതത്തിൽ വലിയ ഭാഗ്യമല്ല. വിശ്രമം കഴിഞ്ഞ് VS പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ പ്രേക്ഷകരുടെ ആവേശം അലതല്ലി. VSന്റെ ശബ്ദം കേട്ടതോടെ ആൾക്കൂട്ടം വലുതായി റോഡിലേക്ക് നിറഞ്ഞു കവിഞ്ഞു. പക്ഷേ RSPയുടെ ശക്തി കേന്ദ്രമെന്നറിയപ്പെടുന്ന സ്ഥലമായിട്ടും RSPയെക്കുറിച്ചോ പ്രേമചന്ദ്രനെക്കുറിച്ചോ പരാമർശിച്ചതേയില്ല. ചവറയിലെ പ്രസംഗത്തിലെ ഊന്നൽ ദേശീയ രാഷ്ട്രീയത്തിലായിരുന്നു. ആണവ കരാറും അമേരിക്കൻ സാമ്രാജ്യത്വവും കുത്തകകളും ഇടതു പാർട്ടികൾ ഒന്നാം UPA സർക്കാരിന് പിന്തുണ പിൻവലിച്ച സാഹചര്യവും പ്രസംഗത്തിൽ കടന്നുവന്നു. അമേരിക്കയുമായി ആണവ കരാറിലെത്തിയതിനെ തുടർന്ന് ഇടതുപക്ഷം ന്യായമായും പിന്തുണ പിൻവലിക്കുകയാണ് ചെയ്തത്. രാജ്യത്തെയും ഇന്ത്യ രാജ്യത്തെയും ജനങ്ങളെ ആണവശക്തി കൊണ്ട് തകർക്കാൻ അമേരിക്കൻ സാമ്രാജ്യത്വം ആഗ്രഹിച്ചപ്പോൾ, അത് ലോക സാമ്രാജ്യത്വ ശക്തികളാകെ പിന്തുണ നൽകിയപ്പോൾ അതിനെതിരായി ശക്തമായ പ്രതിഷേധവും രോഷവും പ്രകടിപ്പിച്ചുകൊണ്ട് ആ കൂട്ടുകെട്ട് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ കക്ഷികൾ ചെയ്തത്. കുണ്ടറയിലെത്തിയപ്പോൾ MA ബേബിയുടെ എതിർ സ്ഥാനാർത്ഥി പ്രേമചന്ദ്രന്റെ പേര് പറയാതെ സ്ഥാനാർത്ഥിയുടെ ചേരിമാറ്റത്തെക്കുറിച്ച് നേരിയ പരാമർശം. സരിതയും സോളാറും പ്രസംഗത്തിൽ പരാമർശ വിഷയമായി. കഴിഞ്ഞ 10-30 വർഷക്കാലമായി ഇടതുപക്ഷ മതനിരപേക്ഷ പ്രസ്ഥാനത്തിന്റെ വക്താവായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആ ചെറുപ്പക്കാരൻ ചേരി മാറുന്നു. അമ്പാടിമാർക്കാണോ, കോർപ്പറേറ്റുകൾക്കുമാണോ, ആർക്കു വേണ്ടിയാണ് ഈ ചേരി മാറിയിരിക്കുന്നത്? കുണ്ടറയിൽ നിന്ന് അവസാന സമ്മേളന സ്ഥലമായ ചാത്തന്നൂരിലെത്തുമ്പോൾ സമയം രാത്രി 7:50. VS എത്തിയപ്പോൾ ആൾക്കൂട്ടം ഇളകിമറിഞ്ഞു. മുദ്രാവാക്യം വിളികൾക്കിടയിൽ മുല്ലക്കര രത്നാകരൻ VSനെ ആവേശപൂർവ്വം സ്വാഗതം ചെയ്തു. ചാത്തന്നൂരിന്റെ രാഷ്ട്രീയ പാരമ്പര്യം ഓർമ്മിപ്പിച്ച് നാട്ടുകാരെ കയ്യിലെടുത്തായിരുന്നു പ്രസംഗത്തിന്റെ തുടക്കം. ഏറെ ശക്തിയുള്ള ഒരു മേഖലയാണ് ചാത്തന്നൂർ. ആ പ്രദേശത്തിന്റെ അഭിമാനകരമായ പാരമ്പര്യം നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഉയർത്തിപ്പിടിക്കുന്നത് തന്നെയാണ് എന്റെ വിശ്വാസം. ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ച് പെട്രോളിയം വിലവർധനയും കർഷക ആത്മഹത്യയും വിഷയമായി. UPA സർക്കാരിനെതിരായ ആക്രമണശേഷം VS നരേന്ദ്രമോദിയിലേക്ക് തിരിഞ്ഞു. ബാബറി മസ്ജിദ് തകർച്ചയും ഗുജറാത്ത് വംശഹത്യയും പരാമർശിച്ച് മുസ്ലിം വോട്ടർമാരെയും ലക്ഷ്യം വെച്ചു. കോൺഗ്രസിന്റെ അധപ്പതിച്ച ഭരണം കണ്ട് ഒരു വർഗീയ ശക്തി അദ്വാനിക്കും വാജ്പേയിക്കും ശേഷം ഗുജറാത്തിൽ തല പൊക്കി. അയാളുടെ പേരാണ് മോഡി 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 എന്ന. ബാബരി മസ്ജിദ് തകർക്കാൻ അവരുടെ ജീവന്റെ ജീവനായ ബാബരി മസ്ജിദ് പള്ളി തകർക്കാൻ ആ പഴയ അദ്വാനി വാജ്പേയിക്കാർ പോയതുപോലെ തന്നെ
ഗുജറാത്തിലെ 3000-ൽ പരം മുസ്ലിം സഹോദരങ്ങളെ കശപ്പ് ചെയ്തവനാണ്. ഇപ്പോൾ താമരയും താങ്ങി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. പ്രസംഗത്തിന്റെ അവസാനം MA ബേബിയെ വിജയിപ്പിക്കണമെന്ന ആഹ്വാനം. ഈ വരുന്ന ഏപ്രിൽ 10-ാം തീയതി സഖാവ് MA ബേബിയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ ചുറ്റിയേരുവ നക്ഷത്ര ചിഹ്നത്തിന് നിങ്ങളുടെ വിലയേറിയ വോട്ട് നൽകി സഖാവ് MA ബേബിയെ അഭിമാനകരമായ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കാൻ നിങ്ങളെല്ലാം തികഞ്ഞ ആത്മാർത്ഥതയോടുകൂടി രംഗത്തിറങ്ങുവാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നതിന്റെ ഉത്തമോദാഹരണമാണ് ചാത്തന്നൂരുകാരെ നിങ്ങൾ ഈ അണിനിരന്നിരിക്കുന്ന ഈ കൂട്ടം എന്ന് ഞാൻ കരുതുന്നു. കേൾവിക്കാർക്ക് നിറഞ്ഞ അഭിവാദ്യം. നിങ്ങൾക്ക് എന്റെ ഹാർദമായ അഭിവാദനങ്ങൾ. അനുയായികളുടെ പ്രത്യഭിവാദ്യം. കൊല്ലം ജില്ലയിലെ അവസാന പ്രചാരണ കേന്ദ്രമായ ചാത്തന്നൂരിലും ആവേശകരമായ സ്വീകരണമാണ് VS അച്യുതാനന്ദന് ലഭിച്ചത്. ജനങ്ങളെ അഭിവാദ്യം ചെയ്യും ജനക്കൂട്ടത്തിൻ്റെ പ്രത്യഭിവാദ്യം സ്വീകരിച്ചും VS ചാത്തന്നൂരിൽ നിന്ന് യാത്ര തിരിച്ചു. ഇനി നാളെ മുതൽ മറ്റ് പ്രചാരണ കേന്ദ്രങ്ങളിലേക്ക് VS യാത്ര തുടരുകയാണ്.